നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്ങനെയുണ്ട് കാർത്തേട്ടന്? കുഴപ്പമില്ല, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കാർത്തിക് സംസാരിച്ചു. ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചേച്ചി പറയാനുള്ളതൊക്കെ ദേവിയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടുത്തെ തീരുമാനം എന്താണെന്നറിയണ്ടേ? ആ സിദ്ധനോട് ചോദിച്ചാ മതി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ദേവിയോട് പറഞ്ഞതൊക്കെ അദ്ദേഹത്തോടും പറ. അപ്പോ എല്ലാ പ്രശ്നത്തിനും ഒരു തീരുമാനമാവും. ഇതിനെല്ലാം കാരണക്കാരനായവരുടെ നാവിൽ നിന്നും പരിഹാരവും പറഞ്ഞു തരും. ഒറ്റയ്ക്ക് പോവാൻ മടിയാണെങ്കിൽ ഞാനും വരാം. വാ ചേച്ചി, വാ. ചെന്ന് വിളിക്ക്. സ്വാമി, അത്യാവശ്യ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നതാ ഞാൻ. കുറെ നേരമായിട്ടും അതിനൊരു പരിഹാരവും കാണുന്നില്ല. അങ്ങനെ തിരികെ പോകാൻ തുടങ്ങിയപ്പോ ഈ കുട്ടി ഇവിടെ ഒരു പെൺകുട്ടി നിപ്പുണ്ടായിരുന്നു. ആ കുട്ടിയാ എന്നോട് ഇവിടെ വന്ന് സ്വാമിയോട് സംസാരിച്ച എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും പറഞ്ഞത്. ദേവി, എന്റെ ഭർത്താവ് ആശുപത്രിയില. പറയണമെന്നില്ല, നമുക്കെല്ലാം മനസ്സിലായി. മനസ്സിലാക്കി തന്നു ദേവി. അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചാൽ പിന്നീടതിൽ പശ്ചാത്താപം തോന്നിയാൽ അത് തിരുത്തണം. അതിന് ദേവിയായിട്ട് എനിക്കൊരവസരം മനഃപൂർവ്വം സൃഷ്ടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥന ദേവി കേട്ടിരിക്കുന്നു. പരിഹാരവും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. തകർച്ചയിലാണ് കുട്ടി ഇങ്ങോട്ട് വരുത്തിയതെങ്കിലും തിരികെ വിടുന്നത് സർവ്വ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടാ. അപ്പോ എന്റെ കാർത്തിയേട്ടൻ രക്ഷപ്പെടുമെന്നാണോ സ്വാമി പറയുന്നത്? അതെ, രക്ഷപ്പെട്ടു കഴിഞ്ഞു. സ്വന്തം ഭർത്താവിന്റെ ജീവന് വേണ്ടി ഉള്ളു തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവിക്ക് അധിക നേരം കണ്ടു നിൽക്കാനാവില്ല. കാരണം ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു ഭാര്യയായിരുന്നു ദേവിയും. ഒറ്റക്കാലിൽ ചിലമ്പണിഞ്ഞ ദേവീരൂപം. തന്റെ ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ച കണ്ണകി ദേവി. അതുകൊണ്ട് കുട്ടിക്ക് ധൈര്യമായിട്ട് പോകാം. ആ
ആപത്തുകളൊന്നും ഉണ്ടാവില്ല. അറിയാതെ ഞാനും തെറ്റുകൾ ചെയ്തു. അതാ കുട്ടിയെ ഇപ്പോൾ എന്റെ മുന്നിൽ തന്നെ കൊണ്ടു നിർത്തിയത്. എല്ലാം താമസിയാതെ മനസ്സിലാകും. സമാധാനമായിട്ട് പോയിട്ട് വാ. ഞാൻ വിളിക്കാം. ഡോക്ടർ, എങ്ങനെയുണ്ട് കാർത്തിയേട്ടന്? കുഴപ്പമില്ല, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാർത്തിക് സംസാരിച്ചു. ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇപ്പൊ ഉണർത്തണ്ട. കാർത്തിക് നല്ല മയക്കത്തില. ശരി ഡോക്ടർ. അമ്മേ, മോളെ ആരതി എടുത്തോണ്ട് വാ. അമ്മേ. നമസ്കാരം. നമസ്കാരം. വരൂ സിദ്ധ. ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.